മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും മധുരത്തിൽ സ്തുതി ഒരുക്കുന്ന നമ്മുടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓശാന ഞായറാഴ്ചത്തെ ഈ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സിയോൻ പുത്രിയുടെ രാജാവ് വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജനക്കൂട്ടത്തിൻ്റെ ഹോസാന ആരവത്തോടെ എതിരേറ്റ പുണ്യ ദിവസത്തിൻ്റെ ഈ സ്മരണയിൽ നമുക്കും മുസഫ നേഴ്സസ് മിനിസ്ട്രിയോടുകൂടി ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ അവിടുത്തെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങാം. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന സ്നേഹനാഥൻ നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വസിക്കട്ടെ. ഓശാന ഗീതങ്ങൾ പാടിപ്പുകഴ്ത്തിടാം, ഹൃദയത്തിൽ സ്വർഗത്തെ സ്തോത്രം പാടി നമിച്ചിടാം. ഓശാന ഗീതങ്ങൾ പാടിപ്പുകഴ്ത്തിടാം, ഹൃദയത്തിൽ സ്വർഗത്തെ സ്തോത്രം പാടി നമിച്ചിടാം. രാജാതിരാജനെ താണുവണങ്ങിടാം, സ്രഷ്ടാവാം ദൈവത്തെ വാഴ്ത്തിപ്പാടിടാം. രാജാതിരാജനെ താണുവണങ്ങിടാം, സ്രഷ്ടാവാം ദൈവത്തെ വാഴ്ത്തിപ്പാടിടാം. ദൂതന്മാരും ഭൂവാസികളും ഒന്നായി പാടും ഓശാന, അത്യുന്നതനാം ദൈവപിതാവേ ഓശാന ഓശാന. ദൂതന്മാരും ഭൂവാസികളും ഒന്നായി പാടും ഓശാന, അത്യുന്നതനാം ദൈവപിതാവേ ഓശാന ഓശാന. ദിവ്യ അൾത്താരയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന രാജാതിരാജനായ ഓർസ്ലേമിൻ പുത്രനായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. രാജാതിരാജാവേ, പ്രത്യേകമായി ഈ നിമിഷം ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും ടെലിവിഷനിലൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മുട്ടിന്മേലായിരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വലിയ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്ന ഞങ്ങൾ സ്നേഹനാഥ, അങ്ങയുടെ പീഡാനുഭവങ്ങളെ പറ്റി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹനാഥ, 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേം പട്ടണത്തിലൂടെ ഓശാന പാടി അങ്ങയെ എതിരേറ്റ ദൈവമക്കൾ സൈത്തിൻ കൊമ്പുകൾ കൈകളിലേന്തി ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന് ആർപ്പ് വിളിച്ച് ഘോഷയാത്രയായി സഞ്ചരിച്ചപ്പോൾ എളിയവരിൽ എളിയവനായ അങ്ങ് ഒരു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് എളിമയുടെ മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നു. സ്നേഹീശോയെ, അങ്ങയുടെ ആ മാതൃകയെ പിന്തുടരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പൊന്നീശോയെ, യാതൊരു കുറ്റവും ചെയ്യാത്ത അങ്ങയെ കുറ്റം വിധിച്ചപ്പോഴും ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന പീലാത്തോസ്, അങ്ങയുടെ ഉറ്റ സ്നേഹിതനായ പത്രോസ് തള്ളിപ്പറയുന്നു. യൂദാസ് അങ്ങയെ ഒറ്റിക്കൊടുക്കുന്നു. ദിവ്യനാഥ, ഞങ്ങളും പലപ്പോഴും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പീലാത്തോസും
യൂദാസും പത്രോസുമൊക്കെയായി മാറുന്നു. സ്നേഹ ഈശോയെ, എന്നാൽ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ പാപങ്ങളോ ഒന്നും നോക്കാതെ അങ്ങയുടെ സന്നിധിയിലേക്ക്, അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളെ മാടി വിളിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നാഥാ. ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല, എങ്കിലും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകളേറ്റു, കുരിശിൽ മരിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. സ്നേഹനാഥ, ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ മനോഭാവത്തിലും ചിന്തയിലും ഞങ്ങളുടെ മനോഭാവങ്ങളെയും ചിന്തകളെയും അങ്ങയുടെ മനോഭാവത്തോട് കൂട്ടിച്ചേർക്കണമേ. സ്നേഹ ഈശോയെ, ഈ വലിയ ആഴ്ചയിലായിരിക്കുന്ന ഞങ്ങൾ ഏറ്റവും അനുതാപത്തോടും ഒരുക്കത്തോടും കൂടി ആയിരിക്കുവാൻ നാഥ, ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് ഞങ്ങളുടെ ഹൃദയം തുറന്ന് ഞങ്ങൾ അങ്ങയെ സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന പൊന്നു തമ്പുരാനെ, വെബ്സൈറ്റിലൂടെയും ആഴ്ചകളിലെ കൂട്ടായ്മകളിലൂടെയും ഈ ആരാധനയിലേക്ക് പ്രാർത്ഥനാ സഹായം യാചിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ പ്രാർത്ഥനകളെയും ഈ നിമിഷം അങ്ങയുടെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ നിമിഷം രോഗികളായിരിക്കുന്നവർക്കും ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നേഴ്സുമാർക്കും പരീക്ഷകളിൽ പാസ്സാകാൻ സാധിക്കാതെ വിഷമിക്കുന്നവർക്കും മനസ്സിന് മുറിവേറ്റു കഴിയുന്നവർക്കും അങ്ങയുടെ ആശ്വാസം നൽകണമേ എന്നും, അങ്ങനെ അവിടുത്തെ ആ വലിയ സ്നേഹം മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ എന്നും ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആരാധനാഗീതം പാടാം, ആ തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകാം. സ്നേഹ ഈശോയെ, ദിവ്യകാരുണ്യമായി ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളുടെ നാവിലേക്ക് വന്ന് പാപികളായ മക്കളിലേക്ക് ഇറങ്ങി വരുന്നതിന് യേശുവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്നേഹ ഈശോയെ, കണ്ണുകൾ കൊണ്ട് കാണുന്നതിനും നാവിൽ നിന്ന് ഈശോയെ നിന്നെ സ്വീകരിക്കാനും പാപികളായ മക്കളെ നീ അനുവദിക്കുന്ന ആ അനന്ത കാരുണ്യത്തിന് സ്നേഹ ഈശോയെ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നല്ല ഈശോയെ, നന്ദി പറയുന്നു. സ്നേഹനാഥ, പലപ്പോഴും ഈ ദിവ്യകാരുണ്യമായി ജീവിത പങ്കാളിയിലേക്കും
കുടുംബങ്ങളിലേക്കും അടിയങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ല. നല്ല ഈശോയെ, ഈ നോമ്പിൻ്റെ വലിയ ആഴ്ചയിൽ പാപികളായ മക്കളോട് നീ കാണിക്കുന്ന അനന്ത കാരുണ്യത്തെയും സ്നേഹത്തെയും സ്നേഹനാഥ കൂടുതൽ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുവാൻ നല്ല ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹ ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ ആത്മാർത്ഥമായി മനസ്സ് തുറന്ന് പാപിയായ മക്കള് നിന്നെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ മക്കൾ അങ്ങ് സ്തുതിക്കുന്നു. യേശുവേ കടന്നു വന്ന് അനുഗ്രഹിക്കുന്നവർ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 12:24. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതുപോലിരിക്കും, അഴിയുന്നെങ്കിലോ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. ഈശോയെ നാഥ, ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങൾ നേഴ്സുമാരോരോരുത്തരും 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജോലി മേഖലകളിൽ, ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഞങ്ങളുടെ സഹപ്രവർത്തകരുടെയും ഞങ്ങളുടെ രോഗികളുടെയും അടുക്കൽ അല്പസമയം ഇരിക്കുവാനോ അവരുടെ വേദനകളും സങ്കടങ്ങളും ഒന്ന് കേൾക്കുവാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ സമയം കണ്ടെത്താതെ അലസതയിലും മടിയിലുമായിരിക്കുന്ന അവസ്ഥകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, ഈ നിമിഷം മുതൽ ഞങ്ങളുടെ സമയങ്ങൾ ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടിയും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും വിനിയോഗിക്കുവാനും അവരുടെ വേദനയിലും സങ്കടങ്ങളിലും അവരോട് കൂടി ആയിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നേഴ്സുമാരായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗോതമ്പുമണി പോലെ പൊടിഞ്ഞു ചേരാ, മുന്തിരിച്ചാറെന്ന പോലെ അലിഞ്ഞു ചേരാ, എല്ലാവർക്കുമെല്ലാമായി ശൂന്യനാകുവാ, എൻ്റെ ജന്മം നിനക്കായി ഞാൻ കാഴ്ചയേകുന്നു. ഈശോയെ, അങ്ങ് കാൽവറി ക്രൂശിലേക്ക് പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞതുപോലെ, അപ്പാ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേൻ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ആയിരിക്കുമ്പോൾ പിതാവേ, ഈ ലോകമെമ്പാടുമുള്ള നേഴ്സുമാർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ഈശോയെ, അങ്ങെന്ന വ്യക്തിയെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പാ, ആ കുറവുകളെ ഞങ്ങളോട് കണക്കിടരുതേ. പലപ്പോഴും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വന്നിട്ടുണ്ടപ്പാ. എല്ലാ നേഴ്സുമാരിലൂടെയും അങ്ങ് ഓരോ രോഗികളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന സത്യം പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്നു. കർത്താവേ, അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് എന്നും നന്ദിയുള്ളവരായി ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെ ഓർത്ത് ഞങ്ങൾ സമർപ്പിച്ചു ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഓശാനയിൽ 1000 ആളുകൾ ആർത്തുപാടിയതുപോലെ ഞങ്ങളും ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി അപ്പാ ഓശാന ഓശാന എന്ന് പാടുന്നു. കർത്താവേ, ഞങ്ങൾ കരങ്ങൾ ഉയർത്തി അങ്ങയോട് ചോദിക്കുമ്പോൾ അങ്ങ് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ രാജാവേ, രാജനായ ദൈവമേ, എഴുന്നള്ളി വരണമേ. ഈശോയെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് എഴുന്നള്ളണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഓർത്ത് ദൈവമേ, നിങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ
ഈശോയെ, ഞങ്ങൾക്ക് സങ്കടങ്ങളും വിഷമങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങ് അങ്ങയുടെ സങ്കടങ്ങൾ ഗെത്സെമനിൽ പിതാവിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞതുപോലെ അങ്ങയുടെ മുൻപിൽ മാത്രം ഏറ്റുപറയുന്ന മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. ഗെത്സെമനിൽ അങ്ങ് ചിന്തിയ ചോരത്തുള്ളികളാൽ മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഞങ്ങളുടെ സ്വഭാവത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടു കനിഞ്ഞിടണേ, ഞങ്ങൾക്കു നിൻ വരം നൽകിടണേ. കർത്താവേ, ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും ഈശോയെ ഒരിക്കൽ കൂടി ഞാൻ അങ്ങേ തിരുമുറിവിനോട് ചേർത്ത് വയ്ക്കുന്നു. തൻ്റെ ജീവിത പങ്കാളി തന്നെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? എത്ര പറഞ്ഞാലും തൻ്റെ കുഞ്ഞുമക്കൾ തന്നെ അനുസരിക്കാത്ത എന്തുകൊണ്ട്? മറ്റുള്ളവർ പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്നിങ്ങനെ തൻ്റെ ജീവിതത്തിലുള്ള ഒത്തിരി ചോദ്യങ്ങളുമായി നടക്കുന്ന നഴ്സുമാരെ പൊന്നീശോയെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:16 പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവൻ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ വചനത്തിൻ്റെ അനന്തയോഗ്യതയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൊന്നീശോയെ. അങ്ങ് ഗെത്സമനിൽ വെച്ച് അങ്ങയുടെ സങ്കടം ഏറ്റുപറഞ്ഞപ്പോൾ ആബാ പിതാവ് അങ്ങയെ സഹായിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, ഹല്ലേലൂയ. ആബാ പിതാവേ സ്തോത്രം, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പിതാവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള നല്ല ദൈവമേ, ദിവികാരുണ്യേശോയെ, നിന്നെ ആരാധിക്കാൻ, നിന്നെ സ്തുതിക്കാൻ, നിനക്ക് നന്ദി പറയാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ചു. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ. നീ ഞങ്ങളെ നയിക്കുന്ന വഴികളെക്കുറിച്ച് ഓർക്കുന്നു. ഞങ്ങളുടെ വഴികളിൽ എന്നും നീ ശക്തിയായി, പ്രചോദനമായി എപ്പോഴും നീ ഞങ്ങളോട് കൂടെയുണ്ട്. നിൻ്റെ വലിയ ശക്തിയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിൻ്റെ കൃപയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന ശുശ്രൂഷ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സൗഖ്യത്തിൻ്റെ ചാനലുകളായിട്ട് മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. നിൻ്റെ പരസ്യകാല ജീവിതത്തിൽ നീ നടത്തിയ അത്ഭുതങ്ങളിൽ പലതും രോഗസൗഖ്യങ്ങളായിരുന്നു. നീ ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് ഈ സൗഖ്യം കൊടുക്കുന്ന ശുശ്രൂഷയുടെ വക്താക്കളാകാൻ വേണ്ടിയാണ്. സൗഖ്യം കൊടുക്കുന്ന മേഖലയിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ദൈവമേ, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന, ഞങ്ങൾ സേവനം ചെയ്യുന്ന, ഞങ്ങൾ കൊടുക്കുന്ന മരുന്നുകൾ, ഞങ്ങൾ കൊടുക്കുന്ന സേവനങ്ങളൊക്കെ സൗഖ്യത്തിൻ്റെ ചാനലുകളായിട്ട് മാറാൻ നിൻ്റെ സ്നേഹവും സന്തോഷവും പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികളിലേക്ക് നിൻ്റെ സൗഖ്യം കടന്നു വരാൻ എന്തെങ്കിലും തടസ്സങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ
ഞങ്ങളുടെ ബലഹീനതകൾ, ഞങ്ങളുടെ തഴക്കദോഷങ്ങൾ, ഞങ്ങളുടേതായ പരിമിതികൾ ദൈവമേ ഒന്നും തടസ്സമായിട്ട് മാറില്ലേ. ഞങ്ങളുടെ കരങ്ങളിലൂടെ ഞങ്ങൾ കൊടുക്കുന്ന ഓരോ ശുശ്രൂഷകളും സൗഖ്യദായകമായിട്ട് മാറട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷകൾ ഫലദായകമാകുന്നത് നിൻ്റെ കൃപയിലായിരിക്കുമ്പോഴാണ്. നിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ വളരെയധികം നിന്നെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. കൈകൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് യേശുവിനെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ യേശുവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ സൗഖ്യ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷ മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ അനുഗ്രഹിക്കണമേ. യേശുവേ കടന്നു വരണമേ. യേശുവേ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ദുശ്ശീലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ കടന്നു വരണമേ. യേശുവേ നിന്റെ ശക്തി ഞങ്ങൾക്ക് തരണമേ. യേശുവേ കടന്നു വരണമേ. യേശുവേ കടന്നു വരണമേ. നമ്മൾ ദാഹിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ കടന്നു വരണമേ. യേശുവേ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ സൗഖ്യദായകമായിട്ട് മാറട്ടെ. നിന്റെ ശുശ്രൂഷയുടെ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധീകരിക്കണമേ. യേശുവേ ജീസസ്. യേശുവേ യേശുവേ സൗഖ്യം തരണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ കൊണ്ട് വേദന അനുഭവിക്കാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ അനുഗ്രഹിക്കണമേ. കടന്നു വരണമേ. ലോകത്തിലുള്ള എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ നേഴ്സസിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വരണമേ. നിന്റെ സൗഖ്യത്തിലേക്ക് നയിക്കണമേ. യേശുവേ അനുഗ്രഹിക്കണമേ. യേശുവേ കടന്നു വരണമേ. യേശുവേ ശക്തിപ്പെടുത്തണമേ. യേശുവേ 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 യേശുവേ. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും നോമ്പ് കാലഘട്ടത്തിലാണ്. ഈ നോമ്പിന് ശേഷം നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ് ഹോശാന. ആ ഹോശാന സംഭവത്തിൽ നിന്നാണ് ഈശോയെക്കുറിച്ചുള്ള ഒരു രാജകീയ സങ്കല്പം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോശാന അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ദൈവസങ്കല്പത്തിൻ്റെ തിരുനാളാണ് ഹോശാന. നിങ്ങൾ ഓർക്കുക, ക്രൈസ്റ്റ് ദ കിങ് എന്ന യേശുവിൻ്റെ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്? നമ്മൾ കാണുന്നു തലയിൽ പൊൻകിരീടം, കയ്യിൽ അധികാരത്തിൻ്റെ ചെങ്കോൽ കാണുന്നു, ആഡംബരങ്ങളുടെ നിറമുള്ള അങ്കിയുടുത്ത ക്രിസ്തു. എന്നാൽ ശരിക്കും ക്രിസ്തു എന്തെങ്കിലും അങ്ങനെ ആയിരുന്നിട്ടുണ്ടോ? ജീവിതത്തെ നോക്കുക. കാലിത്തൊഴുത്തിൽ നസ്രത്തിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചവൻ, ഒരു തച്ചൻ്റെ മകനായിട്ട് ജീവിച്ചവൻ. ജീവിതകാലത്ത് മുഴുവൻ പ്രസംഗിച്ചത് എന്താണ്? സ്നേഹത്തെക്കുറിച്ചാണ്, ശുശ്രൂഷയെക്കുറിച്ചാണ്. എന്നിട്ടും ഒരു കുറ്റവാളിയെപ്പോലെ രണ്ട് കള്ളന്മാർക്കിടയിൽ അവനെ ക്രൂശിച്ചു. എന്നിട്ടും നമ്മൾ കാണുന്നു അവൻ്റെ തലയിൽ പൊൻകിരീടത്തിന് പകരം മുള്ളുകൊണ്ടുണ്ടാക്കിയ കിരീടം.
അവൻ്റെ കയ്യിൽ അധികാരത്തിന് ചെങ്കോലല്ല, 2 കൈകളിലും ആർന്നിറങ്ങിയ 2 കാരിരുമ്പാണികൾ. ആഡംബരത്തിൻ്റെ അങ്കിയണിഞ്ഞ ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത് ഉടുതുണി പോലും ഉരിഞ്ഞെടുത്ത് നഗ്നനായി കിടക്കുന്ന ക്രിസ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ നമ്മൾ രാജാവെന്ന് വിളിക്കുന്നത്? എന്തായിരുന്നു അവൻ്റെ അധികാരം? എന്തായിരുന്നു അവൻ്റെ രാജ്യത്വം? അവൻ്റെ അധികാരമെന്ന് പറയുക, അവൻ്റെ രാജ്യമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ രാജാവാണ്, പ്രത്യാശയുടെ രാജാവാണ്, സ്നേഹത്തിൻ്റെ രാജാവാണ്. അതുകൊണ്ടാണ് ജനങ്ങളെന്ന് ആർത്തു വിളിച്ചു, ഓശാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ. പാവപ്പെട്ട ആളുകൾ അവനിൽ ഒരു രക്ഷകനെ കണ്ടെത്തി. അവൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നവനാണ്, സ്നേഹം കൊണ്ട് ശുശ്രൂഷ കൊണ്ട് ഞങ്ങളെ കീഴടക്കുന്നവനാണെന്ന് ആളുകൾ മനസ്സിലാക്കി. അവർ വിളിച്ചു പറഞ്ഞു, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങനെ ഈ ഓശാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളും ആത്മാർത്ഥമായി അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് മാറട്ടെ. അതിനുവേണ്ടി തമ്പുരാനെ നമുക്ക് കൃപ ചോദിച്ചു വാങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ദാവീദിൻ്റെ പുത്രന് ഹോസാന പാടുന്നവരാക്കി നമ്മുടെ ജീവിതങ്ങളെ ഈശോ മാറ്റട്ടെ. ഹോസാന ഗീതങ്ങൾ പാടി ജെറുസലേം ദേവാലയത്തിലൂടെ ആർപ്പ് വിളിച്ചു നടന്ന കുട്ടികളെ പോലെ നഴ്സുമാരായ നമ്മുടെ ജീവിതം യേശുവിന് ആർപ്പ് വിളിക്കുന്നതാക്കി മാറ്റാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും
യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.